എനിക്ക് കുറേ സുഹൃത്തുക്കൾ റിയാദിലുണ്ട്. അതിൽ കുറേ ആളുകൾ ജോലി ചെയ്യണത് വീട്ടിലൊക്കെയാണ്. ഈത്തപ്പഴം തരുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഇന്ന് വിളിച്ചു കിട്ടോ. ഇതാണ് അവൻ്റെ റൂമ്, കാണിച്ചു തരാം. വീട് അതാണ്, വണ്ടികളൊക്കെ അപ്പുറം കിടക്കുന്നുണ്ട്. ചെരിക്കൂടുണ്ട്. മോനെ തൗഫീഖ എടാ കേറില്ല വള്ളാച്ചോ പണിയിലാണ്. നോക്കാം സമയം 4:09 ഞാൻ പോകുന്നപ്പോൾ വള്ളാറ്റേച്ച് അന്റെ ബില്ലുണ്ടോ അവിടെ തള്ളണ്ടോ മാവണ്ടോ ഇത് വേണ്ടോ? ഞാൻ ഇപ്പൊ വീഡിയോ കൂടെ പറഞ്ഞു തരാണ്. ഈത്തപ്പഴം തരുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ സുഹൃത്തുക്കള്. സുക്കരിയല്ലത് മറ്റേ പാക്കറ്റ് കൊണ്ട് പിന്നെ മുസല്ലി ഇതൊക്കെ കൊടുക്കണം കേട്ടോ. മുസല്ല തള്ളന്റെ ഹദിയല്ലേ ഇത്? ഒരു 3 കിലോ എടുത്ത് അല്ലേ? 3 കിലോ 3 കിലോ നേരം ഉണ്ടാവും അല്ലേ? 3 കിലോ ഉണ്ടാവും. പിന്നെ ഇത് പിന്നെ സാധാ ഈത്തപ്പഴം. ഇതാണ് അതിയാന്ന് മുസല്ല അല്ലേ? നിസ്കരിക്കണവർക്ക് തന്ന് നമുക്ക് പറ്റില്ല. അല്ല നിസ്കരിക്കുന്ന ആളുകൾക്ക് തന്നു തരും. അതുണ്ട് പരിചയം പോനെ. അപ്പൊ ഇതാണ് തൗഫീഖ് കേട്ടോ. ഓക്കെ, ഇവന്റെ കഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനുഷ്യത്തുള്ള വ്യക്തിയാണ് ഇല്ലേ? ഇതെന്താ അഫ്ദേ റൂമാണ്. ഫാമിലി കൊണ്ടുവരാൻ പറ്റിയ സെറ്റപ്പുള്ള റൂമാണ്. പക്ഷേ കൊണ്ടുവരുന്നില്ല. നല്ല സൗകര്യമുള്ള റൂം. ഈ ഡബിൾ ബെഡ് കാണുമ്പോൾ തന്നെ മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സൗകര്യം സുഹൃത്ത് എൻ്റെ ആരുടെ വൈഫിനെ കൊടുന്നൂടെ? സോഫ, TV എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു. ഒറ്റക്ക ജീവിക്കണേ. സംഭവം പറഞ്ഞത് നമ്മളെ സുഹൃത്ത് മൻസൂർ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ പാട് തള്ള അവനെ വിളിച്ച് ഈത്തപ്പഴ പാക്കറ്റ് ഇങ്ങോട്ട് കൊടുത്തു അല്ലേ? അത് ചോദിച്ചാൽ തരും. പഠിച്ചോനെ ഇനിയും ഇതുപോലെ ഈത്തപ്പഴം തരാൻ തൗഫീഖിനും തള്ളക്കൊക്കെ പഠിച്ചോ നല്ല ആരോഗ്യം ദീർഘായുസ് കൊടുക്കട്ടെ. ഈ കാണാൻ നിങ്ങൾക്ക് ലൈക്ക് എടുക്കുക. ഇനി നിങ്ങൾക്കും നല്ല ആരോഗ്യം ദീർഘായുസ് തരട്ടെ, ആയുസ് തരട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യ പോരുന്നാലേ.